വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ കോടതിയെ സമീപിച്ചു കൂടുതൽ പാർട്ടികളും സംഘടനകളും. മുസ്ലിം ലീഗിന് പിന്നാലെ DMKയും മുസ്ലിം വ്യക്തി നിയമ ബോർഡും സുപ്രീം കോടതിയിൽ ഹർജി നൽകി. നിയമം ഏകപക്ഷീയവും വിവേചനപരവുമെന്ന് ഹർജിയിൽ പറയുന്നു. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് അച്യുതനാണ് ചേരുന്നത്. അച്യുതൻ, ഗുഡ് ഈവനിങ്. ഇപ്പോൾ കൂടുതൽ സംഘടനകൾ ഇത് ഒരു വിവേചനപരമായ നിയമമാണെന്ന് പറഞ്ഞ് കോടതിയെ സമീപിച്ചിരിക്കുകയാണല്ലോ, അല്ലേ? തീർച്ചയായിട്ടും ക്രിസ്റ്റീന, നിലവിൽ തന്നെ ഒരു കൂട്ടം ഹർജികളാണ് ഈ വഖഫ് നിയമ ഭേദഗതിക്കെതിരെ സുപ്രീം കോടതിയുടെ പരിഗണനയിലേക്ക് വന്നിരിക്കുന്നത്. ഇന്ന് മാത്രം DMKയും അതുപോലെ തന്നെ മുസ്ലിം ലീഗും മുസ്ലിം വ്യക്തി നിയമ ബോർഡും സുപ്രീം കോടതിയെ ഈ വഖഫ് നിയമ ഭേദഗതിക്കെതിരെ സമീപിക്കുകയുണ്ടായി. ഇതിൽ ഭൂരിഭാഗം ഹർജികളും ചൂണ്ടാട്ടുന്നത് നിലവിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഭേദഗതികൾ അത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈ ഹർജി ഭൂരിഭാഗം ഹർജികളും ഇപ്പോൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ളത്. ഇതിൽ DMK നൽകിയ ഹർജിയിൽ പറയുന്നത് മുസ്ലിം അവകാശങ്ങളുടെ ലംഘനമാണ് ഈ പുതിയ ഭേദഗതികളിലൂടെ ഉണ്ടായിട്ടുള്ളത്, ഭരണഘടനാ വിരുദ്ധമാണെന്നും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്ന് രാവിലെ ചീഫ് ജസ്റ്റിസിന് മുൻപാകെ മുതിർന്ന അഭിഭാഷകർ കപിൽ സിബൽ ഉൾപ്പെടെയുള്ള അഭിഭാഷകർ ഇത് അടിയന്തരമായി കേൾക്കണമെന്നൊരു ആവശ്യം മുൻപോട്ട് വച്ചിരുന്നു. എന്നാൽ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അറിയിച്ചത് അത് പരിഗണിച്ചുകൊണ്ട് ഇതെന്നാണ് പരിഗണിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയിക്കാമെന്നായിരുന്നു ചീഫ് ജസ്റ്റിസ് പറഞ്ഞത്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഈ വഖഫ് നിയമ ഭേദഗതിക്കെതിരെ ഒരു കൂട്ടം ഹർജികളാണ് സുപ്രീം കോടതിയുടെ പരിഗണനയിലേക്ക് വന്നത്. ശരി, വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ഒരു കൂട്ടം ഹർജികൾ ഇപ്പോൾ അച്യുതൻ പറഞ്ഞതുപോലെ തന്നെ സുപ്രീം കോടതിയുടെ പരിഗണനയിലേക്ക് വരികയാണ്. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് R. അച്യുതൻ ഡൽഹിയിൽ നിന്നും നൽകിയത്.